32 വർഷങ്ങൾക്ക് മുൻപ് കുട്ടികളുടെ ഗ്രാമങ്ങളുടെ സ്ഥാപക പിതാവായ ഹെർമങ്ക് മൈനറിനെ ജർമ്മനിയിലെ മ്യൂണിച്ചിൽ വെച്ച് നേരിട്ട് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, വി ആർ ഹെറ്റൻ ഐൻ കിൻഡർഡോർഫ് ഇൻ കേരള ഹാവൻ. കേരളത്തിൽ കുട്ടികളുടേതായിട്ടുള്ളൊരു ഗ്രാമം ഉണ്ടാകണം എന്നുള്ളത്. കേരളത്തിൽ കുട്ടികളുടെ ഗ്രാമം ഉണ്ടാകാൻ അന്ന് അത്യാവശ്യം വേണ്ടിയിരുന്നത് അതിനു വേണ്ടി ഒരു സ്ഥലമായിരുന്നു. 1980 അവസാന ഭാഗത്ത് ക്രിസ്മസ് അവധിക്കാലത്ത് ഞാൻ നാട്ടിൽ വന്ന് കുട്ടികളുടെ ഗ്രാമത്തിന് വേണ്ടി ഒരു സ്ഥലം അന്വേഷിച്ച് ഒട്ടേറെ ആളുകളെ കണ്ടു. എല്ലാവരുടെയും ഉത്തരം ഒന്നായിരുന്നു, സോറി. അക്കൂട്ടത്തിൽ തൃശ്ശൂർ രൂപതയുടെ അധ്യക്ഷനായിരുന്ന ബഹുമാനപ്പെട്ട കുണ്ടുകുളം പിതാവിനെ പോയി കണ്ടു. അദ്ദേഹം വലിയ ആവേശത്തിലായിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞു, കുട്ടികളുടെ ഗ്രാമത്തിൽ കുഞ്ഞുങ്ങൾക്ക് അമ്മയുണ്ട്, വീടുണ്ട്, കുടുംബമുണ്ട്, നമുക്കും വേണം ഒരു കുട്ടികളുടെ ഗ്രാമം എന്ന്. ഞാൻ അന്ന് തൃശ്ശൂരിൽ നിന്നും ഡൽഹിയിൽ വിളിച്ച് കുട്ടികളുടെ ഗ്രാമങ്ങളുടെ പ്രസിഡൻ്റായിരുന്ന ശ്രീ ജയൻ കൗൾ സാറിനെ വിളിച്ച് സംസാരിച്ചു. അദ്ദേഹം താമസിയാതെ കേരളത്തിൽ വന്നു, സ്ഥലങ്ങൾ കണ്ടു, പിതാവിനെ കണ്ടു. അധികം താമസിയാതെ അന്ന് ഏഷ്യയിലെ കുട്ടികളുടെ ഗ്രാമങ്ങളുടെ ഉത്തരവാദിത്വം വഹിച്ചിരുന്ന ശ്രീ ഹെൽമുട്ട് കുട്ടീൻ കേരളത്തിലെത്തി. 1 അല്ല 2 പ്രാവശ്യം. അദ്ദേഹവുമായി ആലോചിച്ചെടുത്തൊരു തീരുമാനമായിരുന്നു കുട്ടികളുടെ ഗ്രാമം തൃശ്ശൂരിനടുത്ത് മുളയം ഗ്രാമത്തിൽ. 1982 കുട്ടികളുടെ ഗ്രാമത്തിൻ്റെ തറക്കല്ലിടൽ കർമ്മം ബഹുമാനപ്പെട്ട കുണ്ടുകുളം പിതാവ് തന്നെ നിർവഹിക്കുകയുണ്ടായി. 1983 അമ്മമാരെത്തി, കുഞ്ഞുങ്ങളെത്തി, കുടുംബങ്ങളുണ്ടായി. ഈ ഗ്രാമം വളർച്ചയുടെ പാതയിലേക്ക് വളർന്നെത്തി. 1985 കുട്ടികളുടെ ഗ്രാമത്തിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം കുട്ടികളുടെ ഗ്രാമങ്ങളുടെ സ്ഥാപകനായ ഹെർമങ്ക് മൈനർ തന്നെ നേരിട്ട് നിർവഹിക്കുകയായിരുന്നു. തൃശ്ശൂരിലെ പല പ്രമുഖ വ്യക്തികളും അടങ്ങുന്ന ഒരു വലിയ ജനാവലി തന്നെ SOS കുട്ടികളുടെ ഗ്രാമത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിന് സാക്ഷ്യം വഹിക്കാനായി എത്തിയിരുന്നു. ഇന്ന് 78 രാജ്യങ്ങളിലായിട്ട് 10,000-കണക്കിന് കുട്ടികളെ സംരക്ഷിക്കുകയും 40 ലക്ഷം മനുഷ്യരുടെ സഹകരണമുള്ളതുമായി ഈ പ്രസ്ഥാനം ഇത്ര വലുതായി വളർന്നതിന് പിന്നിൽ ഡോക്ടർ ഹെർമങ്ക് മൈനറുടെ അതിപ്രഗത്ഭമായ വ്യക്തിത്വമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സന്തോഷകരമായ ഒരു ദിവസം, ഒരു പ്രഭാതം ആണ്. ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഇന്ത്യയിൽ നാനായിടങ്ങളായി ധാരാളം ഗ്രാമങ്ങളുണ്ട്. പക്ഷേ സ്നേഹം മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രാമമേ ഉള്ളൂ, അത് കുട്ടികളുടെ ഗ്രാമമാണ്. ഇതുകൊണ്ട് തന്നെയാണ് സേവ് അവർ സോൾസ്, ഞങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുക എന്ന വാചകത്തിൽ ഈ ഗ്രാമത്തിൽ നിർവഹിക്കുന്നത്. ബസ് ഇറങ്ങി ഒരു 1.5 നാഴിക നടക്കാൻ, അങ്ങനെ നടക്കാൻ തുടങ്ങിയപ്പോ ഒരു 5 വയസ്സായ കുട്ടി വഴിയിൽ കൂടി നടന്നു പോകുന്നു. അവന്റെ കക്ഷത്ത് സ്ലേറ്റും പുസ്തകവും ഉണ്ട്. വാടി തളർന്ന് കരിഞ്ഞ് വിഷമിച്ച് പോവുകയാണ്. അപ്പൊ ഞാൻ ആ കുഞ്ഞിനോട് ചോദിച്ചു, എപ്പോഴാ കഞ്ഞിട്ട? വൈകുന്നേരം ഇപ്പോ അമ്മ പണി കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് അരി വെച്ച് കഞ്ഞി തരും. നാം ഇരുന്ന് ചിന്തിക്കണം, 5 വയസ്സായ കുഞ്ഞ് 24 മണിക്കൂർ നേരം ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന നാട്. നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇത് നമ്മുടെ മക്കൾക്കാണ് വന്നതെങ്കിൽ. This flower should go to all of you as a welcome and a sign of gratitude that you have joined in this day of particular joy to the family of SOS Children's Village, Kerala. But I think what animates our work and has done all these years is the language of love. There will be a long way to go to achieve the kind of goals that are set for us by our founder, Dr. Miner. ഈ പ്രസ്ഥാനത്തെ പറ്റി കൂടുതൽ മനസ്സിലാക്കുവാൻ തുടങ്ങിയപ്പോൾ എത്ര മഹനീയമായ ഒരു സംരംഭമാണ് ഇത് എന്നുള്ളത് എനിക്ക് വളരെ ഒരു ബഹുമാനം ഈ പ്രസ്ഥാനത്തോട് തോന്നുകയാണ്. കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിലെല്ലാം തൃശ്ശൂർ SOS കുട്ടികളുടെ ഗ്രാമത്തിൻ്റെ ഉദ്ഘാടനം പ്രമുഖ വാർത്തയായി മാറി. മക്കളെ നേർവഴിക്ക് നടത്തുന്നത്
ഇവിടെ നമുക്ക് കാണാം. ആഘോഷങ്ങളിലൂടെ കുടുംബത്തിൽ സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും മധുരം ഇവർ പങ്കുവയ്ക്കുന്നു. തൊട്ടിലിൽ കിടക്കുന്ന ഈ കുഞ്ഞ് സാവിയോ ആണ്. റോസക്കുട്ടിയുടെ ഈ മകൻ ഇന്ന് വളർന്ന് ബിരുദാനന്തര ബിരുദത്തിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഇവിടുത്തെ എല്ലാ അമ്മമാരും എന്നും വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികളുടെ നേട്ടത്തിന് പ്രധാന കാരണം ഇതുതന്നെയാണ്. പത്തോളം കുട്ടികൾക്ക് ആഹാരം വെച്ച് വിളമ്പുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇവരെ ബാധിക്കുന്നതേയില്ല. ചെറിയ കുട്ടികൾക്ക് ഭക്ഷണത്തോടൊപ്പം ഇവർ വിളമ്പുന്നത് അതിരറ്റ മാതൃസ്നേഹത്തിൻ്റെ മാധുര്യം കൂടിയാണ്. ഒരു സാധാരണ കുടുംബത്തിലെ പോലെ തന്നെ കുട്ടികളോടൊത്ത് സമയം ചിലവിടാനും അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനും അവർ സമയം കണ്ടെത്തുന്നു. കുട്ടികളെ വീട്ടുകാര്യങ്ങളിൽ പങ്കെടുപ്പിച്ച് ശീലിപ്പിക്കുകയും വിശ്രമവേളകളിൽ മക്കൾക്കൊപ്പം ചെലവഴിക്കുകയും ചെയ്യാൻ കുട്ടികളുടെ ഗ്രാമത്തിലെ അമ്മമാർ എന്നും മുൻകൈയെടുത്തിട്ടുണ്ട്. അവധിക്ക് ശേഷം താൽക്കാലികമായെങ്കിലും മക്കളെ പിരിയുന്നത് ഈ അമ്മമാർക്ക് എന്നും വേദനയാണ്. കുട്ടികളുടെ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വില്ലേജ് തുടങ്ങിയ കാലം മുതലുണ്ടായിരുന്ന ആരോഗ്യ കേന്ദ്രവും നഴ്സിൻ്റെ സേവനവും ഇന്നും വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ ഈ സ്ഥലം വരണ്ട തരിശുഭൂമിയായിരുന്നു. 25 വർഷങ്ങൾക്ക് ശേഷം പച്ചപുതച്ച് മനോഹരമായി കുട്ടികളുടെ ഗ്രാമത്തിൻ്റെ ക്യാമ്പസ് മാറി. ഈ കാലം കൊണ്ട് 200ഓളം പേർ വളർന്ന് തൊഴിൽ നേടി ജീവിതം സുരക്ഷിതമാക്കി. എഞ്ചിനീയർമാർ, ടെക്നീഷ്യന്മാർ, അധ്യാപകർ, IT പ്രൊഫഷണലുകൾ, അനിമേഷൻ വിദഗ്ധർ, നഴ്സുമാർ, കാർപ്പൻട്രി വിദഗ്ധർ, സോഷ്യൽ വർക്കേഴ്സ് തുടങ്ങി ചെറുതും വലുതുമായ സമസ്ത മേഖലകളിലും നമ്മുടെ കുട്ടികൾ സജീവ സാന്നിധ്യമായി തങ്ങളുടെ വൈദഗ്ധ്യം തെളിയിച്ചു കഴിഞ്ഞു. ഇവർ ഇന്ന് ഇന്ത്യയിലും വിദേശത്തുമായി മികച്ച സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു വരുന്നു. വില്ലേജിലെ ഈ ബാസ്കറ്റ്ബോൾ കോർട്ട് നമ്മുടെ രാജ്യത്തിന് തന്നെ അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ സമ്മാനിച്ച താരങ്ങളെ സൃഷ്ടിച്ചു. ഇവരിൽ ലിസ റാണി, നിമ്മി, മറീന, പ്രിൻസി എന്നിവർ ഇന്ത്യൻ റെയിൽവേയിൽ ജോലി നേടിയ ശേഷം
റെയിൽവേ ടീമിന് വേണ്ടി കളിച്ചു വരുന്നു. സായിലും സ്പോർട്സ് കൗൺസിലിലും സെലക്ഷൻ നേടിയ കുരുന്നു പ്രതിഭകൾ ഇന്ന് തങ്ങളുടെ ലക്ഷ്യം നേടാൻ പ്രയത്നിച്ചു വരുന്നു. Hi, I'm Jindo Kanoth. Currently, I'm working in a market research company called GFK Mode. It's an MNC based in Chennai. I'm here with a lot of happiness and with a lot of pride, sitting with my mother, talking about my last 24 years experience in SOS Children's Village, Trichur, house number 9. From the time I got into a good school when I was first standard till I finished my post-graduation in Loyola College, Chennai, I have had a lot of support from everybody, from my family, from my SOS staff, from my friends, my sponsors, everybody. I'm very happy sitting with my mother talking about this experience because it is because of her that I am what I am. സാഹിത്യത്തിലും കലയിലും മികച്ച പരിശീലനം നേടിയവരും നമുക്കുണ്ട്. റോസ്മേരി ഇതിന് മികച്ച ഒരു ഉദാഹരണമായി നിലകൊള്ളുന്നു. എൻ്റെ പേര് റോസ്മേരി. ഞാൻ ഈ SOSലെ കുട്ടിയാണ്. ഇതെൻ്റെ അമ്മ. എൻ്റെ അമ്മയുടെ പേര് റോസക്കുട്ടി കാഞ്ഞിരത്തിങ്കൽ. ചെറുപ്പം തൊട്ടേ ഈ അമ്മയുടെ കൂടെയുണ്ട്. എൻ്റെ വളർച്ചയൊക്കെ തുടങ്ങിയത് ഇവിടെ തന്നെയാണ്. എൻ്റെ ഓർമ്മ തൊട്ടേ ഞാൻ ഇവിടെയുണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മദ്രാസിലെ ഒരു മ്യൂസിക് ടീച്ചറാണ്. പ്രൊഫഷണലായിട്ട് നിറയെ പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. ഞാൻ പഠിച്ചതെല്ലാം കലാക്ഷേത്ര. അവിടെയാണ് എൻ്റെ സംഗീതം ഞാൻ തുടങ്ങിയിരിക്കുന്നത്. എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ അവിടെ ജോയിൻ ചെയ്തു. 5 വർഷം ഞാൻ അവിടെ പഠിച്ചു. എൻ്റെ അരങ്ങേറ്റം ഞാൻ ചെയ്തത് തിരുവാൻമൂർ മദ്രാസിലാണ്. ഒരു അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു. എൻ്റെ അമ്മയും ആൻറ്റിമാരും അങ്കിൾമാരൊക്കെ വന്നിരുന്നു. ഒരുപാട് പേര് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. ഇല്ലെങ്കിൽ എനിക്ക് ഇതുവരെയും വരാനുള്ള സാഹചര്യം ഉണ്ടാകാൻ പറ്റില്ലായിരുന്നു. I am Cynthia Pellisheri. Since the age of 3, I was brought up by SOS Children's Village, Trishur. My mother, Mary Pellisheri, has been playing a key role in my life since then. My schooling was at St. Joseph's Convent Girls High School, Trishur, CDC from St. Agnes College, Mangalore, LLB from Bangalore University. I completed LLM from Cochin University of Science and Technology in Commercial Law and Human Rights. Presently, I am working as a research scholar and teaching associate for corporate law in National Law School of India, University, Bangalore. Along with my career, I am also pursuing PhD from this university. ഇതുവരെ ഈ വില്ലേജിൽ വളർന്ന 80ഓളം പേരുടെ വിവാഹം നടന്നു കഴിഞ്ഞു. തൃശ്ശൂരിലെ കുട്ടികളുടെ ഗ്രാമത്തിൻ്റെ വിജയകരമായ പ്രവർത്തനത്തെ തുടർന്ന് കേരളത്തിലെ 2ാമത്തെ കുട്ടികളുടെ ഗ്രാമം ആലുവായിൽ 1990 പ്രവർത്തനം ആരംഭിച്ചു. തൃശ്ശൂരിലെയും ആലുവായിലെയും കുട്ടികളുടെ ഗ്രാമത്തിൻ്റെ വിജയം SOSന് അപ്പുറത്തേക്ക് കുട്ടികളുടെ ഗ്രാമങ്ങൾ വളരുവാനായിട്ട് സഹായിക്കുകയുണ്ടായി. ഈ ഗ്രാമങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഇപ്പോൾ കോയമ്പത്തൂരിൽ മെഹർ ചിൽഡ്രൻസ് വില്ലേജ്, ആലപ്പുഴയിൽ ഹോപ്പ് ചിൽഡ്രൻസ് വില്ലേജ്, മൂലമറ്റത്ത് ഗീത ചിൽഡ്രൻസ് വില്ലേജ്, വൈക്കത്തിനടുത്ത് പൊതിയിൽ സേവാഗ്രാം ചിൽഡ്രൻസ് വില്ലേജ് എന്നിങ്ങനെയുള്ള കുട്ടികളുടെ ഗ്രാമങ്ങളും ഉണ്ടായിട്ടുണ്ട്. വില്ലേജിൻ്റെ തുടക്കം മുതൽ സ്കൂളിൽ പോയി വരുന്ന കുട്ടികൾക്കായി വില്ലേജിന് സ്വന്തം വാഹനമുണ്ടായിരുന്നു. ഇന്ന് 100-ലധികം കുട്ടികൾ തൃശ്ശൂരിലും പരിസരത്തുമുള്ള സ്കൂളുകളിലും കോളേജുകളിലുമായി പഠിക്കുന്നുണ്ട്. പ്രതീക്ഷകളോടെ കടന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് സംരക്ഷണം നൽകാൻ ഈ ഗ്രാമം ഇന്നും സുസജ്ജമാണ്. SOS കുട്ടികളുടെ ഗ്രാമം തൃശ്ശൂർ ഇന്ന് 25 വർഷം തികയാണ്. കുട്ടികളുടെ ഗ്രാമത്തിലൂടെയും ഫാമിലി സ്ട്രെങ്തനിങ് പ്രോഗ്രാമിലൂടെയും നമ്മൾ കൂടുതൽ കുട്ടികളിലേക്ക് എത്തിപ്പെടാനുള്ള തീവ്ര യത്നത്തിലാണ്. SOS ഇന്ത്യയുടെ പ്രസിഡന്റ് ശ്രീ S. സാന്തില്യ, SOS പാട്രൺ ശ്രീ ജയൻ കോൾ, SOS നാഷണൽ ഡയറക്ടർ ശ്രീ പ്രദീപ് സിംഗ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ SOSൻ്റെ പ്രവർത്തനങ്ങൾ അതിവിപുലമായി വ്യാപിച്ചിരിക്കുകയാണ്. SOS ചിൽഡ്രൻസ് വില്ലേജ് ഓഫ് ഇന്ത്യ ഇന്ന് SOS കിൻഡ്രഡ് ഓഫ് ഇൻ്റർനാഷണലിൻ്റെ ഒരു ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു ശാഖയായി മാറിയിട്ടുണ്ട്.
SOS കിൻഡ്രഡ് ഓഫ് ഇൻ്റർനാഷണൽ ഇന്ന് ആഗോളതലത്തിൽ 132 രാജ്യങ്ങളിലായി പ്രവർത്തിച്ചു വരുന്നു. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത് SOS കിൻഡ്രഡ് ഓഫ് ഇൻ്റർനാഷണൽ പ്രസിഡന്റ് ശ്രീ ഹെൽമറ്റ് കുട്ടീനാണ്. പ്രതീക്ഷയുടെ കിരണങ്ങളുമായി ഇവർ നല്ല നാളേക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.